ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ, പുതിയ പാഠാണ്. പുതിയ പാഠത്തിന്റെ പേരെന്താണെന്ന് അറിയൂ? പുതിയ സംഖ്യകൾ. അപ്പോ എന്താണ് പുതിയ സംഖ്യകള്? അപ്പോ പഴയ സംഖ്യകൾ നിങ്ങൾക്ക് അറിയുന്ന സംഖ്യകൾ അപ്പൊ പഴയ സംഖ്യകളായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയണ, അതായത് പഴയ സംഖ്യകൾ നമുക്ക് അറിയുന്ന സംഖ്യകൾ ഏതെല്ലാണ്? 1, 2, 3, 4 അങ്ങനെയുള്ള പൂജ്യത്തിന് നമുക്ക് പരിചയമുണ്ട് അല്ലേ? അപ്പോ നമുക്ക് അറിയുന്ന സംഖ്യകൾ നമുക്ക് എഴുതുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു ലൈൻ ഇങ്ങനെ വരച്ചു കേട്ടോ. ഇതൊരു ലൈൻ വരച്ചു. ഇവിടെ ഇവിടെ 0 എന്ന് എഴുതി. നമുക്കറിയണ നമുക്കറിയാം കേട്ടോ. 0, പിന്നെ 1 ഉണ്ട്, പിന്നെ 2 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, പിന്നെ 4 ഉണ്ട്. അങ്ങനെ 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 എഴുതി എത്ര വരെ വേണം എഴുതാൻ നമുക്ക് കഴിയില്ലേ? ലക്ഷം കൂടി വരെ നമുക്ക് ഇങ്ങനെ കൂട്ടി എഴുതാൻ കഴിയും. അപ്പൊ ഇത്രയും നമ്പേഴ്സ് നമുക്കറിയാം. ഇതാണ് നമുക്ക് അറിയണ ആളാണ് ഇവരൊക്കെ. ഇനി പുതിയ അവതാരങ്ങൾ ആരാന്നറിയോ? ഏറ്റവും ചെറിയ നമ്പർ 0 ആണോ? 0-നേക്കാൾ താഴെ വല്ലവരും ഉണ്ടോ? അതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോണത്. അങ്ങനെയാണ് ഉണ്ട്. 0-നേക്കാൾ ചെറിയ നമ്പേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടേക്ക് ഇങ്ങോട്ടുള്ള പോലെ 0-ക്ക് ഇങ്ങോട്ട് താഴെയുണ്ട്. അതായത് 0-ന് തൊട്ട് താഴെയുള്ള ആളാണ് -1. 0-ന് അതിന്റെ താഴെയുള്ളതാണ് -2. അതിനെയും താഴെയുള്ളതാണ് -3. ഇങ്ങനെ ഇങ്ങോട്ട് നമുക്ക് എത്ര വരെ ഇങ്ങോട്ട് എഴുതാം. അപ്പോ ഇവരെ നമുക്ക് പരിചയമുള്ളവരാണ് അല്ലെ? ഇങ്ങോട്ടുള്ള ആൾക്കാരാണ് ഈ പുതിയ സംഖ്യകൾ. അവിടെ പറഞ്ഞ ഈ പുതിയ സംഖ്യകളില്ലേ, അവരാണ് ഇവര്. അവർക്ക് നമുക്ക് പറയാം എന്താ അറിയോ? ന്യൂനസംഖ്യകളാണ് അവര്. ന്യൂനസംഖ്യകള് ന്യൂനാട്ടോ. അപ്പോ ഇവരെന്താണ്? 1, 2, 3 ഉള്ളത് എന്താണ്? അവര് നമുക്ക് അറിയണ ആൾക്കാർ തന്നെയാണ്. പക്ഷെ അവരുടെ പേര് എന്താണെന്ന് അറിയോ? അതിസംഖ്യ. അവരധിക പ്രസംഗികളാ, അതിസംഖ്യ. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ കിടക്കണ 0 ന്യൂനോ അല്ല, അതിയല്ല. ഞാൻ നിഷ്പക്ഷാണേ, ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കണില്ലേ എന്ന് പറഞ്ഞിട്ട് 0 അവിടെ നിൽക്കണ്ടേ. 0-നേക്കാളും വലുത് അതിസംഖ്യ, 0-നേക്കാളും ചെറുത് ന്യൂനസംഖ്യ. ഇത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാല് ഇനി ഇതാ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ന്യൂനസംഖ്യകളുടെ ഇംഗ്ലീഷ് പറഞ്ഞാല് നെഗറ്റീവ് നമ്പേഴ്സ് ആട്ടോ. നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം. ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സിമ്പിൾ ചാപ്റ്റർ ആട്ടോ. കൂട്ടാനും കുറയ്ക്കാനൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണോ? നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് 10 - 5 എത്രയെ ചോദിക്കുമ്പോൾ നിങ്ങൾ എത്ര പറയും? 5 എന്ന് പറയും. അതിപ്പോൾ എത്ര ആലോചിക്കാണ്ടോ എന്ന് പറയില്ലേ? എന്നാൽ നിങ്ങൾ ഞാൻ ചോദിക്കുകയാണ് 20 - 10 എത്രയെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും അതെന്താ അപ്പോൾ 10 അല്ലേ? ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ പഠിപ്പിക്കാൻ പോണെന്ന് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു എത്ര ആയിരിക്കട്ടെ, ഒരു 300 ആയിക്കോട്ടെ. 300 ആട്ടോ. 3-ന് കണ്ട് മനസ്സിലാവുന്നുണ്ടോ? 300 - 100 എത്രയെ ചോദിച്ചു. അപ്പം നിങ്ങൾ പറയും ഇതും അറിയാം, 200 ആണെന്ന് പറയും. ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യമാണല്ലേ? എന്നാൽ കളി മാറ്റാം. ഞാനിവിടെ നിങ്ങൾ ചോദിക്കുകയാണ് 5-ൽ നിന്ന്, ഇവിടെ 10-ൽ 5 കുറച്ച്, 5-ൽ നിന്നും 10 കുറച്ചിട്ട് എത്രയെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ ചോദിക്കുകയാണ്. അപ്പം എങ്ങനെ പറ്റുക? അതിപ്പോൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയായിരിക്കില്ലേ നിങ്ങൾ? പക്ഷെ ഇവിടെ പറ്റും. ഇവിടെ നമുക്ക് തന്നത് ചെറുതാണ് അല്ലേ? അതായത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ 5 മിഠായി ഉണ്ട്, അതിൽ നിന്ന് 10 മിഠായി ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര മിഠായി ഉണ്ടായെന്നൊക്കെ ചോദിക്കുകയാണ് വിചാരിച്ചോ. ഇവിടെ പറയണത് നിങ്ങളുടെ കയ്യിൽ 10 മിഠായി ഉണ്ടായിരുന്നു. 10 മിഠായിന്ന് 5 മിഠായി നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുത്തപ്പോൾ ബാക്കി 5 ഉണ്ട് കയ്യിൽ. ഓക്കെ, നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ച ആ ഒരു കുറയ്ക്കല്. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 5 മിഠായി ഉണ്ടായിരുന്നു, അതിന് 10 കൊടുത്തു എന്ന് പറയുമ്പോൾ അതെന്താപ്പോ എന്ന് പറയില്ലേ നമ്മള്? അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നറിയോ? ഇവിടെ ഇത് മാത്സിന്റെ റൂളാണ്. നമ്മൾ ഇങ്ങനെയുള്ളത്, അതായത് ഒരു ന്യൂനസംഖ്യ അതിൽ നിന്നും ഒരു അതിസംഖ്യയെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കുറയ്ക്കണം. അപ്പോൾ അതിനിവിടെ വഴിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ റൂളാണ്, ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കാൻ പറഞ്ഞു അല്ലേ? ചെറുത് വലുത്. അപ്പോൾ നമ്മൾ പറയണം വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കണം. പാട്ട് പോലെ പഠിക്കാം. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കണം. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കണം. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. വലുത് ഏതാണ്? 10 ആണ്. അതിൽ നിന്നും 5 കുറച്ചു. അപ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. വലുതിൻ്റെ ചിഹ്നം മറക്കരുതേ. ഇവിടെ എന്താണ്? മൈനസാണ്. ആ മൈനസ് ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ -5 ആണ് ഇവിടെ. 5 - 10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? -5 എന്ന് കിട്ടി. മനസ്സിലായോ? ഇനി അടുത്തൊരു ചോദ്യം. അപ്പോൾ 20 - 10 പകരം നമുക്ക് 10 - 20 ചെയ്ത് നോക്കാം. അപ്പോൾ 10 - 20 എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇവിടെ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. അപ്പോൾ ഇവിടെ വലുത് ഏതാണ്? വലുത് 20 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം 20 - 10 ചെയ്യാം.
എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. ഈ മൈനസിന് മറക്കാൻ പാടില്ല. അപ്പോൾ 20 നിന്നും 10 പോകുമ്പോൾ നമുക്കറിയാം 20 10 പോകുമ്പോൾ എത്ര കിട്ടുക, 20 10 പോകുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 10 എന്ന് എഴുതി. ഇനി ഈ മൈനസിന് ഇട്ട് കൊടുക്കുമ്പോൾ -10 എന്ന് കിട്ടി. ഓക്കെ. ഇനി അടുത്തത് ഇപ്പോൾ 100 നിന്ന് നമ്മളോട് 300 കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ 100 നിന്ന് 300 കുറയ്ക്കുമ്പോൾ തന്നെ ആദ്യം എന്ത് ചെയ്യുക, 300 വലുതിൽ നിന്നും ചെറുത് കുറച്ചു. എന്നിട്ട് എന്തിട്ട് എടുക്കണം, മൈനസ് ഇട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ 300 100 കുറയ്ക്കുമ്പോൾ 200, അപ്പോൾ -200 വന്നു. അപ്പോൾ എങ്ങനെയാണ് ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറയ്ക്കാമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ അതവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കിവിടെ നോക്കാം. ചുവടെ പറയുന്നവ കണ്ടുപിടിക്കുക. 4 - 9 ആണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 4 - 9 നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തതാണ് 4 - 9. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം മൈനസ് ഇടുക, ബ്രാക്കറ്റ് ഇടുക, വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. അപ്പോൾ 9 - 4, ഈ മൈനസ് ആദ്യം ഇട്ട് കൊടുക്കുക. ഇനി 9 4 പോകുമ്പോൾ എത്രയാണ്, 5 ആണ്. അപ്പോൾ -5 ഇത് ഉത്തരം കിട്ടി, ഒന്നാമത്തെ. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ്, 14 - 29. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. 14 - 29, 14 - 29. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം മൈനസ് ഇട്ട് കൊടുക്കുക. വലുത് ഏതാണ്, 29 ആണ്. -14 എന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, 29 - 14 ചെയ്യാം. അപ്പോൾ 9 4 പോകുമ്പോൾ 5 ആണ്. 2 1 പോകുമ്പോൾ 1 ആണ്. അപ്പോൾ എത്ര കിട്ടി, 15 കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് ആൻസറിൽ ഈ മൈനസ് നെഗറ്റീവ് ആദ്യം ഇട്ട് കൊടുക്കണം, മൈനസ് പിന്നെ 15 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് -15 എന്ന് ആൻസർ കിട്ടി. മനസ്സിലായല്ലോ, ഇങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഒന്ന് വായിക്കട്ടെ. ഇനി അടുത്ത ഇവിടുത്തെ ചോദ്യം എത്രയാണ്, 5 - 10 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം 5 - 10 എത്ര വരാം. പറഞ്ഞു കേൾക്കണില്ലടാ. 5 - 10, 5 - 10 അത് പറഞ്ഞാൽ ഇത് ഇല്ല കേട്ടോ. ഇത് എത്ര, മൂന്നാമത്തെ ചോദ്യമാണ്. 5 - 10 എന്ന് പറഞ്ഞാൽ ആദ്യം നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, പിന്നെ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. അപ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക, നെഗറ്റീവ് 10 - 5 പോകുമ്പോൾ എത്രയാണ്, 5. അപ്പോൾ -5 എന്ന് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ. ഇനി അടുത്തത് 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 4ാമത്തെ ചോദ്യം ഇവിടെ എന്താണ് വരുന്നത്, ഇതാ 25 - 65, 25 - 65. അപ്പോൾ 25 - 65. അപ്പോൾ നോക്കുക, നമ്മൾ എന്തെങ്ങനെ ചെയ്യുക, ആദ്യം നമുക്ക് മൈനസ് ഇട്ട് കൊടുത്തു, ബ്രാക്കറ്റ് എടുത്തു, 65 - 25. ഇനി എന്ത് ചെയ്യണം, 65 - 25 കുറയ്ക്കണം ഇവിടെ. അപ്പോൾ 65 - 25. വരുന്നുണ്ടോ, സെക്കൻഡ്, 25. അപ്പോൾ 65 5 5 പോകുമ്പോൾ 0, 6 2 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മൈനസ് ഇട്ട് കൊടുക്കണം, 40 എന്ന് കിട്ടി. ഓക്കെ, -40 എന്ന് കിട്ടി. ഇനി അടുത്തത്, ഇനി ഇവിടെ 5ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 5ാമത്തേത് 1/2 - -3/4 ആണ് അല്ലേ. 1/2 - -3/4. അപ്പോൾ നമുക്ക് നോക്കാം. ഭിന്നസംഖ്യ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ 1/2 - 3/4. അപ്പോൾ വലുതേതാണ്, 3/4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, മൈനസ് ഇട്ട് കൊടുത്തു, പിന്നെ എന്ത് ചെയ്യണം, 3/4 -1/2. ഇനി 3/4 1/2 കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ നോക്കാം കേട്ടോ.
3/4 -1/2. അപ്പോൾ ഇതിൻ്റെ ഛേദങ്ങൾ, ഇവിടെ ഛേദം 4 ഇവിടെ ഛേദം 2 അല്ലേ. നമുക്കിത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഛേദങ്ങൾ സെയിം ആവണം, ഒരേപോലെ ആവണം. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ലസാഗു കണ്ടിട്ട് LCM ലസാഗു ഉസാഗ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. യെസ്, അപ്പോൾ ആ ലസാഗു ഇവിടെ കാണണം. അപ്പോൾ ലസാഗു കാണുന്നേക്കാളും നിങ്ങൾക്ക് പറഞ്ഞുതരാം, എനിക്ക് സുഖമായിട്ട് തോന്നിക്കുന്നത് നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇതിനെ ഇതും കൊണ്ട് ചെയ്യാം, ഇതിനെ ഇതും കൊണ്ട് ചെയ്യാം, ഇതിനെ ഇതും കൊണ്ട് ചെയ്യാം. അതായത് ഇവിടെ 3 × 2 ആദ്യം ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? 3 × 2. എന്നിട്ട് ഇവിടെ മൈനസ് ചിഹ്നം അല്ലേ, ആ നെഗറ്റീവ് ചിഹ്നം ഇട്ടു. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് ചെയ്യാം. 4 × 1 ചെയ്തു. എന്നിട്ട് താഴെ എന്ത് ചെയ്തു? ഈ 4 × 2 ചെയ്യാം കേട്ടോ. അപ്പോൾ 4 × 2 ചെയ്യണം. അപ്പോൾ നോക്ക്, 3 × 2 എത്ര വരിക? 3 × 2 പറഞ്ഞാൽ 6 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 6 കിട്ടി. മൈനസ് 4 × 1 പറഞ്ഞാൽ 4 ആണ്, ഡിവൈഡഡ് ബൈ 4 × 2 പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 6ന്ന് 4 പോകുമ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. 2/8 കിട്ടി. അപ്പോൾ ഇത് നമുക്ക് രണ്ടും ഇരട്ട സംഖ്യകൾ, മുകളിലും താഴെയും ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ നമുക്കിതിനെ ചെറുതാക്കാം. 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 1 എന്ന് എഴുതാം. 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 4 എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ടും എന്താണ്? ക്യാൻസലായി പോയി. അപ്പോൾ ബാക്കി 1/4 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. യെസ്, അപ്പോൾ ആ ബാക്കിയുള്ള 1/4നെ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഈ നെഗറ്റീവ് ഇടാൻ മറക്കല്ലേ. നെഗറ്റീവ് ഇടണ്ട്. 1/4 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതൊക്കെ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ മാത്രം എന്താണ്? -1/4 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടിയത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 1/3 -1/2. അതും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ പെന്നിൻ്റെ കളർ ഒന്ന് മാറ്റാം. ഓക്കെ, 1/3 -1/2. -1/2. അപ്പോൾ എന്താണ് ഇവിടെ? വെറുതെ ഏതാണ്? 1/2 ആണ്. അപ്പോൾ മൈനസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റിൽ 1/2 -1/3. അപ്പോൾ എന്ത് ചെയ്തു? ഈ മൈനസ് അതുപോലെ ഇട്ട്. ഇനി നമുക്ക് 1/2 -1/3 ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഇതിനെ ഇങ്ങോട്ട് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? 1 × 3. ഇനി മൈനസ് ഇട്ട് കൊടുത്തു. ഇതിനെ ഇങ്ങോട്ട് ചെയ്തു. അപ്പോൾ 2 × 1. ഇനി താഴെ രണ്ടുപേരും ചെയ്തു. അപ്പോൾ താഴെ എന്താണ്? 2 × 3 വന്നു. ഈ ബ്രാക്കറ്റ് ഇടാം കേട്ടോ. അപ്പോൾ എന്ത് വന്നു? ഈക്വൽ ടു ഈക്വൽ ടു 1 × 3 3 മൈനസ് 2 × 1 2 ഡിവൈഡ് ബൈ 2 × 3 6. അപ്പോൾ 3ൽ നിന്നും 2 പോയപ്പോൾ 1 കിട്ടി, ഡിവൈഡഡ് ബൈ 6. 1/6. നീ നെഗറ്റീവ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ -1/6 എന്ന് കിട്ടി. മൈനസിന് ഇവിടെ വലിയ വിലയാണ്, അതിന് മറക്കാൻ പാടില്ല കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് ഇതിൽ 1/3 1/2 വലുത് മനസ്സിലാവണില്ല, അതിപ്പോൾ എങ്ങനെ ഇത് വലുതായി അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. അതായത് 2 മെത്തേഡ് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെന്നും ഏതാണ്, അതായത് ഭിന്നസംഖ്യകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഏത് കുറയ്ക്കണം എന്ന് അറിയില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ഞാൻ 1/3 -1/2 വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് -1 വേണ്ട, നേരെ എങ്ങനെ ചെയ്യാം? ഇതിനെ ഇങ്ങനെ. അപ്പോൾ 1 × 2 2, പിന്നെ മൈനസ് 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 2 6 എന്ന് വരും. അപ്പോൾ 2 - 3. അപ്പോൾ അതേപോലെ തന്നെ 2 - 3 പറഞ്ഞാൽ 3ൽ നിന്നും 2 കുറയ്ക്കുക, എന്നിട്ട് എന്ത് ഇട്ട് കൊടുക്കുക? മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 - 2 പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ -1 വരും. -1/6. ഇങ്ങനെ ഒറ്റയടിക്കും വേണമെങ്കിൽ എഴുതാം. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ പേജിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പഠിക്കാണ്ട് അതെന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചാൽ പോരെ. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് ഇതിൻ്റെ ബാക്കി പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.